2026 തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ മണ്ഡലങ്ങളുടെ ചിത്രം എന്താണെന്ന് നാം പരിചയപ്പെടുത്തുന്ന പരമ്പര തുടരുകയാണ്. ഓരോ മണ്ഡലങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. ഇപ്രാവശ്യം മാതൃഭൂമിയുടെ ഒരു സർവേയും കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മനോരമയുടെ സർവേ ആൾറെഡി വന്നു കഴിഞ്ഞു, മാതൃഭൂമിയുടെ വന്നു, റിപ്പോർട്ടറിൻ്റെ സർവേ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ചാനലുകളും പത്രങ്ങളും അതുപോലെ സ്വകാര്യ ഏജൻസികൾ, വ്യക്തികൾ പ്രവചനമൊക്കെ നടത്തുകയാണ്. അതിൽ നിന്ന് ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കാട്ടാക്കട എന്ന് പറയുന്ന നിയോജക മണ്ഡലമാണ്. അവിടെ കാട്ടാൽ ഉത്സവവും ഒക്കെ നടക്കുന്ന വളരെ മനോഹരമായിട്ടൊരു മണ്ഡലമാണ്. കാട്ടാക്കട മണ്ഡലത്തിൽ ജലസമൃദ്ധി, കാർബൺ ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളമൊക്കെ നടന്നിട്ടുള്ളൊരു ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെ 2 പഞ്ചായത്തുകൾ, വിളപ്പിലും മാറനല്ലൂരും 2 പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. അതുപോലെ തന്നെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. കാലാകാലങ്ങളായി അവിടെ ഭരിക്കുന്നത് CPM ആണ്. ബാക്കിയുള്ള വിളപ്പിൽശാല പഞ്ചായത്തുണ്ട്, അതുപോലെ തന്നെ പിന്നെ മലയൻകീഴ് പഞ്ചായത്തുണ്ട്, വിളവൂർക്കലുണ്ട്, പള്ളിച്ചലുണ്ട്. ഇതിൽ പിന്നെ വിളപ്പിലും മാറനല്ലൂരും BJP ആണ് ഭരിക്കുന്നത്, കാട്ടാക്കട ഭരിക്കുന്ന CPM ആണ്, മലയൻകീഴ് UDF ആണ് ഭരിക്കുന്നത്, വിളവൂർക്കൽ UDF ആണ് ഭരിക്കുന്നത്, പള്ളിച്ചൽ LDF ആണ്. അപ്പോൾ നമുക്ക് നോക്കാവുന്നത് 2 BJP, 2 LDF, 2 UDF. അതുകൊണ്ട് തന്നെ അവിടെ വലിയ കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നതെന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. 35% വോട്ടാണ് LDFന് അവർ പറയുന്ന സാധ്യത. അതേസമയം 33.5% വോട്ട് UDFന് പറയുന്നുണ്ട്. അതോടൊപ്പം 31% വോട്ട് BJPക്കും പറയുന്നുണ്ട്. BJPയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് PK കൃഷ്ണദാസ് തന്നെയാണ് വീണ്ടും അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ 2-3 ടേമായി അവിടെ തുടർച്ചയായി മത്സരിക്കുകയും തുടർച്ചയായി വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്ന ആളാണ് PK കൃഷ്ണദാസ്. ഇപ്രാവശ്യം PK കൃഷ്ണദാസ് അത്ഭുതം സൃഷ്ടിച്ചാലും അത്ഭുതമില്ല. കാരണം 2 പഞ്ചായത്താണ് അവരുടെ കയ്യിലുള്ളത്. ബാക്കി പഞ്ചായത്തുകളിലും BJP ശക്തമായ മുന്നേറ്റം നടത്തും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരും ഒട്ടും പിറകിലല്ല. അവർ മലയൻകീഴ് വേണുഗോപാലാണോ മത്സരിക്കുക, ശക്തനാണോ മത്സരിക്കുന്നത്, ശക്തൻ ഇനി അവിടെയാണോ നെയ്യാറ്റിൻകരയാണോ മത്സരിക്കുക എന്നറിയത്തില്ല. എന്തായാലും ശക്തൻ മത്സരിക്കാനും ജയിച്ചാൽ മന്ത്രിയാകാനോ സ്പീക്കറാകാനോ ഒക്കെ സാധ്യതയുള്ള ഒരു നേതാവാണ്. ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, ഇനി സ്പീക്കറാകാനും അല്ലെങ്കിൽ മന്ത്രിയാകാനുമൊക്കെ സാധ്യതയുള്ള രഘുചന്ദ്രപാൽ, സുന്ദരൻ നാടാർ എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തുനിന്ന് നാടാർ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളുകൾ മന്ത്രിമാരായിട്ടുണ്ട്. അത് UDF വരികയാണെങ്കിൽ അതിനൊരു സാധ്യതയുമുള്ള ആളാണ് ശക്തൻ. ഇപ്പോൾ ജില്ലാ കോൺഗ്രസിൻ്റെ DCCയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അത് ഒരു നെയ്യാറ്റിൻകര സനലാണോ, ഇങ്ങനെ പല പേരുകളും കേൾക്കുന്നുണ്ട്. അവിടെ ഇനി VS ശിവകുമാർ തിരുവനന്തപുരത്ത് നിന്ന് CP ജോണിന് തിരുവനന്തപുരം മണ്ഡലം പോകുമ്പോൾ VS ശിവകുമാർ കാട്ടാക്കടയിലോ നെയ്യാറ്റിൻകരയിലോട്ട് പോകുമോ, ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അവിടെ നായർ കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ നാടാർ കമ്മ്യൂണിറ്റിക്കും വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. നാടാർ കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു ഭാഗവും CPMനോടൊപ്പം എപ്പോഴും നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ CPMൻ്റെ വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്. അതേസമയം മറ്റ് പഞ്ചായത്തുകൾ ഇങ്ങനെയാണ്. പക്ഷേ IB സതീഷ് 2 പ്രാവശ്യം കൊണ്ട് അവിടെ ജയിക്കുന്നുണ്ട്. IB സതീഷ് കുറേ ജനകീയ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും അതൊന്നും ഗ്രാസ് റൂട്ട് ലെവൽ എത്തിയില്ല എന്നാണ് മാതൃഭൂമിയുടെ നിഗമനം. അതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വളരെ കുറവാണ്. അതേസമയം പാറശാലുള്ള ഹരീന്ദ്രനാഥ് ഇത്തരം ക്യാമ്പയിനുകളൊന്നും നടത്തിയില്ലെങ്കിലും വികസന കാര്യത്തിൻ്റെ സൂചികയിലും അതുപോലെ ജനകീയ ഇടപെടലിലും വലിയ റേറ്റിലാണ് ഹരീന്ദ്രനാഥ് നിൽക്കുന്നത്. അപ്പോൾ CK ഹരീന്ദ്രനാഥ് വലിയ റേറ്റിൽ നിൽക്കുകയും ആൻസലം അതിനേക്കാൾ വളരെ കുറഞ്ഞതിൽ നിൽക്കുകയും ആവറേജിൽ നിൽക്കുകയും ചെയ്യുകയാണ് IB സതീഷ്. ശരിക്കും പറഞ്ഞാൽ IB സതീഷ് അല്ലേ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനാടിസ്ഥാനത്തിൽ വളരെ മുന്നിൽ വരേണ്ടത്. പക്ഷേ അത് ഒരു തരത്തിലും ഒരറ്റത്ത് പോലും 100ൻ്റെ മുകളിൽ പോലും MLA-മാർ 140 MLA-മാരെടുത്താൽ 100ൻ്റെ മുകളിൽ പോലും IB സതീഷ് വരുന്നില്ല. അവിടെ അങ്ങനെ അവിടെ അവർ പരിശോധിച്ചപ്പോഴാണ് ഈ 33, 35, 33, 30 എന്നുള്ള ഒരു വോട്ട് ഷെയറിൽ നിൽക്കുന്നത്. അത് കൃത്യമായി പിടിച്ചാൽ BJPക്കും കിട്ടാവുന്നൊരു മണ്ഡലമായി അത് മാറിയിട്ടുണ്ട്. കോൺഗ്രസിനും ശക്തമായി പ്രവർത്തിച്ചാൽ കോൺഗ്രസും ജയിക്കാവുന്ന മണ്ഡലമായിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുള്ള 3ാം ടേം IB സതീഷിന് കിട്ടുമോ എന്നുള്ള ഒരാശങ്ക അവിടെ CPM പാളയത്തിലുമുണ്ട് എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥികളാകാൻ 2 ടേം ആയെങ്കിൽ IB സതീഷ് മാറിയിട്ട് അങ്ങനെ സംസ്ഥാന അടിസ്ഥാനത്തിലൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ മാറിയതിന് ശേഷം
മറ്റ് സ്ഥാനാർത്ഥികളാകാൻ നിൽക്കുന്ന CPM ആളുകളുമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ MV ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഒരു കമൻ്റ് അടിച്ചു. അതായത് തിരുവനന്തപുരം ജില്ലയിൽ ശക്തരായ CPM നേതാക്കളില്ല, സെക്കൻഡ് ലീഡർഷിപ്പ് ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളവരെ മാറ്റുന്നില്ല. അവരെ മാറ്റിയാൽ പകരം വയ്ക്കാൻ വർക്കലയിൽ ജോയിക്കായാലും നെയ്യാറ്റിൻകരയിലായാലും പാറശാലയിലായാലും കഴക്കൂട്ടത്തായാലും എവിടെയായാലും പകരം വയ്ക്കാൻ CPM നേതാക്കളില്ല എന്നുള്ളൊരു ആക്ഷേപവും വച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി കണക്കെടുക്കുമ്പോൾ IB സതീഷിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് കാട്ടാക്കടയിൽ CPM നിർത്തുന്നത്. 3ാം ടേമിലും IB സതീഷ് മത്സരിക്കുന്നു. പക്ഷേ IB സതീഷിന് കടുക്കും എന്ന് തന്നെയാണ് പൊളിറ്റിക്കൽ റിപ്പോർട്ടുകൾ ഗ്രാസ് റൂട്ടിൽ നിന്ന് വരുന്നതും മാതൃഭൂമി പോലുള്ള ചാനലുകൾ പറയുന്നിടത്തും മലയാള മനോരമ പറയുന്ന സ്ഥലത്തും ഒരു ബ്രിമ്മിൽ നിർത്തിയിരിക്കുന്ന മണ്ഡലമാണ് കാട്ടാക്കട. ഈസി വാക്ക് ഓവർ അല്ല അത്. അതുപോലെ അരുവിക്കര UDFനാണ് ഇവരെല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ MM ഹസൻ അരുവിക്കരയിൽ മത്സരിച്ചാൽ ജയിക്കാതിരിക്കാൻ സാധ്യത കാണുന്നില്ല. ഒരുപക്ഷെ ജയിച്ചേക്കാം. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ കാട്ടാക്കടയും അരുവിക്കരയും തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട്. 2 മണ്ഡലവും UDFിലേക്ക് പോകുമോ? അരുവിക്കര നേരത്തെ UDF ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ആര്യനാടായിരുന്നപ്പോൾ നിരന്തരം G കാർത്തികേയനും അതുപോലെ ശബരിനാഥും ഒക്കെ ജയിച്ച മണ്ഡലങ്ങളാണ്. അത് വീണ്ടും കോൺഗ്രസ് UDF പിടിക്കുമോ? അതോടൊപ്പം തന്നെ കാട്ടാക്കട UDF പിടിക്കുമോ? അതോ PK കൃഷ്ണദാസിൻ്റെ BJP അടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ കാണേണ്ടുന്നൊരു കൗതുകം. തിരുവനന്തപുരം ജില്ലയിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് B മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി B മുരളീധരനും, വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPSും, കാട്ടാക്കടയിൽ കൃഷ്ണദാസും നിൽക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല മറ്റെന്നത്തേക്കാളും വലിയ തോതിലുള്ള ഒരു മത്സരമാണ് BJP കാഴ്ചവെക്കുന്നത്. ആ മത്സരത്തിൽ BJPക്ക് ഈ സീറ്റുകളെല്ലാം കിട്ടുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു ഒഴുക്കുണ്ടായാൽ ആ ഒഴുക്കിലേക്ക് കാട്ടാക്കട വരുമോ എന്നുള്ളൊരു ചോദ്യവും കാട്ടാക്കടയിൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനും വലിയ സാധ്യത കൽപ്പിക്കുന്ന നിയോജകമണ്ഡലമാണ് അവർ. മലയൻകീഴ് വേണുഗോപാൽ ഒരു പ്രാവശ്യം അവിടെ മത്സരിച്ചു. ശക്തൻ നേരത്തെ അവിടെ MLA ആയിരുന്നിട്ടുണ്ട്. മലയൻകീഴ് വേണുഗോപാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു. ഇപ്രാവശ്യവും മലയൻകീഴ് വേണുഗോപാൽ തന്നെ ആയിരിക്കുമോ സ്ഥാനാർത്ഥി? ആണെങ്കിലും അദ്ദേഹം മലയൻകീഴ്ക്കാരനാണ്, മണ്ഡലത്തിലുള്ള ആളാണ്. അദ്ദേഹവും മോശക്കാരനായ കാൻഡിഡേറ്റല്ല. ഗാന്ധി ദർശൻ മണ്ഡലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേയധികം സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ഉള്ളൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആരാണ് കാട്ടാക്കട ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും കാട്ടാക്കട കടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്രാവശ്യം സതീഷിന് ഈസി വാക്ക് ഓവർ അല്ല എന്നാണ് വരുന്ന എല്ലാ റിപ്പോർട്ടുകളും. അത് താഴെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും മുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും ചാനലുകളും പത്രങ്ങളും നടത്തുന്ന സർവേകളും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു കാട്ടാക്കട സതീഷിന് കടുക്കും.